നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്രീകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നെ ടെൻഷനാണല്ലേ? അത് എന്തിനാ എന്റെ മുന്നിലും വസു ഇങ്ങനെ ഒരു മുഖംമൂടി അണിഞ്ഞിരിക്കുന്നത്? ശ്രീകുട്ടിയെ തനിക്കിപ്പോ ജീവനാണെന്ന് എനിക്കറിയാം. മോൾക്കൊന്നും സംഭവിക്കില്ല. മോളെ ഉടൻ കണ്ടെത്തും. ഞാൻ DSP വിളിച്ചിരുന്നു. വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പേടിക്കണ്ട. അപ്പോ മോൾക്ക് അവളെ വേഗം കണ്ടെത്തുമല്ലേ? പോലീസ് ഊർജിതമായി അന്വേഷിക്കുന്നുണ്ട്. താമസിയാതെ മോളെ നമുക്ക് തിരിച്ചു കിട്ടും. ഞാനാ പറയുന്നത്. വിഷമിക്കാതെ. ഇങ്ങനെ കരയല്ലേ? ശ്രീകുട്ടിയെ മോളെ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടെത്താം. പോലീസ് ഊർജിതമായിട്ട് തന്നെ അന്വേഷിക്കുന്നുണ്ട്. DYSPയെ ഞാൻ ഇപ്പോഴും വിളിച്ചതേ ഉള്ളൂ. എന്റെ മോള് CCTV ദൃശ്യങ്ങളെല്ലാം പോലീസ് ചെക്ക് ചെയ്യുന്നുണ്ട്. മോള് ഈ പരിസരത്ത് എവിടെയെങ്കിലും കാണുമെന്ന് തന്നെയാ പോലീസിന്റെ നിഗമനം. ആ സംഭവം നടക്കുമ്പോൾ അഭിരാമി അവിടെ എത്തിയത് എന്തായാലും ഐശ്വര്യ അറിഞ്ഞിട്ടില്ല. അയ്യോ ഐശ്വര്യ, നീ കോൾ എടുക്ക്. കാര്യം എന്താണെന്ന് അറിയാലോ. ഹലോ, ഓഫീസിൽ എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. അത് ഞാൻ ഇന്ന് ആ കണക്ക് സെറ്റിൽ ചെയ്ത് തരാമെന്ന് ജാസ്മിൻ ഏറ്റിരുന്ന ദിവസമാ. മാഡം എനിക്ക് സുഖമില്ല. സുഖമില്ലേ? അത് നന്നായല്ലോ. എന്നാ അക്കാര്യം എന്താ എന്നെ മുന്നേ അറിയിക്കാഞ്ഞ്? അത് മാഡം, ഒരു എക്സ്ക്യൂസും എനിക്ക് കേക്കണ്ട. ആ അക്കൗണ്ട് എനിക്ക് ഇന്ന് സെറ്റിൽ ചെയ്ത് കിട്ടണം, അത്യാവശ്യം. മാഡം അത് പിന്നെ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം ഓഫീസിൽ വരണം, മനസ്സിലായോ? എന്താ ഐശ്വര്യ പറയുന്നേ? ഞാൻ ഇപ്പൊ തന്നെ ഓഫീസിൽ ചെല്ലണമെന്ന്, ഇല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്ന ഐശ്വര്യയുടെ ഭീഷണി. അരുൺ, എനിക്ക് എന്റെ മോളേക്കാൾ വലുതല്ല ഈ ജോലി. ഇപ്പൊ അങ്ങനെ ചിന്തിക്കാതെ. മോള് ഉടനെ തന്നെ തിരിച്ചെത്തും. അഭി, ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ. തൽക്കാലം ഈ ജോലി കളയണ്ട. അഭി, വിഷമമുണ്ട്, ശരിയാ. എങ്ങനെയെങ്കിലും അഭി ഓഫീസിൽ പോകാൻ നോക്ക്. ഞാനല്ലേ പറയുന്നേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.